ഗാസ സിറ്റിയിലെ ഹോളി ഫാമിലി സ്കൂളിൽ ഇസ്രായേൽ നടത്തിയ റെയ്ഡിനെ അപലപിച്ച് ജെറുസലേമിലെ ലാറ്റിൻ പാത്രിയാർക്കേറ്റ്. ഇക്കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ ഗാസ സിറ്റിയിലെ ഹോളി ഫാമിലി സ്കൂളിന് നേരെ ഇസ്രായേൽ സൈന്യം നടത്തിയ റെയ്ഡിൽ 4 പേർ കൊല്ലപ്പെട്ടിരുന്നു. പാലസ്തീൻ കുടുംബങ്ങൾക്ക് അഭയം നൽകുന്ന സ്കൂളിൻ്റെ താഴത്തെ നിലയിലെ 2 ക്ലാസ് മുറികൾക്ക് നേരെയാണ് വ്യോമാക്രമണം നടന്നത്. അതേസമയം സ്കൂൾ തീവ്രവാദികളുടെ ഒളിത്താവളമായി ഉപയോഗിക്കുകയും ഹമാസിന്റെ ആയുധ നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കുകയും ചെയ്തുവെന്ന് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നു. മറ്റൊരു സംഭവത്തിൽ UN നടത്തുന്ന സ്കൂളിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ 16 പേരെങ്കിലും കൊല്ലപ്പെടുകയും 75 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്ന് ഗാസ അധികൃതർ പറഞ്ഞു. ഗാസ മുനമ്പിൽ യുദ്ധം ആരംഭിച്ചതു മുതൽ എൻക്ലേവിലെ ആയിരക്കണക്കിന് പലസ്തീനികൾ ആശുപത്രികളിലും സ്കൂളുകളിലും അഭയം തേടിയിട്ടുണ്ട്. യുദ്ധരംഗത്തില്ലാത്ത സിവിലിയന്മാരെ ലക്ഷ്യം വയ്ക്കുന്നതിനെ പാത്രിയാർക്കീസ് ശക്തമായി അപലപിച്ചു. മേഖലയിലെ ഭയാനകമായ രക്തച്ചൊരിച്ചിലിനും മാനുഷിക വിപത്തിനും ഉടനടി അറുതി വരുത്തുന്ന കരാറിൽ ഇരുപക്ഷവും എത്തിച്ചേരുന്നതിന് പ്രാർത്ഥനകൾ തുടരുകയാണെന്നും പാത്രിയാർക്കീസ് പറഞ്ഞു. ഫ്രാൻസിസ് പാപ്പയും പരിശുദ്ധ സിംഹാസനവും ഐക്യരാഷ്ട്രസഭയ്ക്കൊപ്പം സംഘർഷത്തിൽ സാധാരണക്കാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനിയും ശമനമില്ലാതെ തുടരുന്ന യുദ്ധത്തിൽ ഗാസയിൽ മാത്രം കുറഞ്ഞത് 38,000 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഏകദേശ കണക്ക്.